നമ്മുടെ ഒരാള് ഓക്കെ, അപ്പോൾ നമ്മുടെ ടർഫിന്റെ ഓണറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പേരെന്ത്? ശ്രീകുമാർ. ഓക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിപ്പം ഇവിടുന്ന് പലരും കളിക്കാൻ വേണ്ടി പോകുന്നത് കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കുറ്റുവട്ടം ഇങ്ങനെ ദൂര സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇതൊരു പിന്നെ സ്പോർട്സുകാർക്ക് വലിയ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. അപ്പം എന്താണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള കാരണം? ആദ്യം ചോദിക്കട്ടെ. അത് ഇപ്പം കുട്ടികളുടെ ഇടയ്ക്ക് ഈ മൊബൈലിനുള്ള കൂടുതൽ ആഭിമുഖ്യം മൊബൈൽ, TV, മറ്റുള്ള ഡ്രഗ്സ് ഇങ്ങനെ പോകുമ്പോൾ ഇത് ആകുമ്പോൾ പിള്ളേർ ഇതിനകത്ത് സ്പോർട്സിനകത്തോട്ട് വരുമ്പോൾ അവരുടെ കായികപരമായും ബുദ്ധിപരമായും അവർക്കൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളൊരു നമ്മുടെ ആഗ്രഹം. എനിക്കും കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ്. അന്നേരം അവരുടെ ഇതിനകത്ത് ഒട്ട് തിരിച്ചു വിടുക, അതുകൊണ്ട് തന്നെ സമൂഹത്തെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇതിനകത്ത് ഇതെന്നൊരു ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരാനുള്ളത്. ഇനിയിപ്പോൾ ഭാവി കുട്ടികൾ ഇനി കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ടർഫ് പണ്ട് നമ്മുടെ കാലത്തൊക്കെ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. കൂടുതൽ ബിസിനസ് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഇത് കരുനാഗപ്പള്ളി ശാസ്താംകോട്ടയ്ക്ക് ഇടയ്ക്ക് ഉദയ ജംഗ്ഷനിലാണ്. കരുനാഗപ്പള്ളി ഉദയ ജംഗ്ഷനിലാണ് ഇതുള്ളത്. 2 ഭാഗങ്ങളുള്ളവർക്കും ഉപയോഗിക്കാം. നമ്മുടെ കുന്നത്തൂർ താലൂക്കിലെ ആദ്യത്തെ ടർഫാണെന്നാണ് പറയുന്നത്. താലൂക്കിലെ ആദ്യത്തെ ടർഫാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കളിക്കാൻ? ഇവിടെ നമുക്ക് ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, വോളിബോൾ ഉണ്ട്. 3 സൗകര്യങ്ങളും 3 സ്പോർട്സ് കളിക്കാനുള്ള സൗകര്യമുണ്ട്. വിശാലമായ ഏരിയ ആണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് മാച്ചാണ് അന്നത്തെ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു സ്കൂളുകൾ തമ്മിൽ. പിന്നെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടുത്തെ മൈനാപ്പള്ളി ക്ലബ്ബ് വട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ ഫസ്റ്റ് മാച്ചാണ്, ഒഫീഷ്യൽ മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. ക്രിക്കറ്റാണ് ഫസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്ന് പറയാമെങ്കിൽ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന മൺഡേ ടു ഫ്രൈഡേ ഡേ ടൈമിൽ 800. നമ്മൾ സ്വല്പം കുറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. 800 ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 1000 ഒക്കെയാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ആണെങ്കിൽ 1000, കാരണം ലൈറ്റും എല്ലാം ഇടുന്ന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി 200 ചാർജ് 1000. വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ 900 ആണ് ഡേ ടൈമിൽ. നൈറ്റ് 6 PM to 6 AM ആണെങ്കിൽ 1100. അതും നമ്മൾ കുറച്ചാണ് 1200 എക്സ്ട്രാ കുറയ്ക്കുന്നുണ്ട്. എല്ലായിടത്തും സാറ്റർഡേ സൺഡേ. വീക്കെൻഡ് ആകുമ്പോൾ കൂടുതൽ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റേറ്റാണ്. നമ്മുടെ സമീപപ്രദേശത്ത് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. ഞാനും കളിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റേറ്റ് കുറവാണ്. അപ്പോൾ ഏതായാലും മതി.